ബി അശോക്. അദ്ദേഹം ഒരു അതിമിടുക്കനായ ഒരു സിവിൽ സർവീസ് ഓഫീസറാണ്. ഡെറാഡൂണ് സിവിൽ സർവീസ് അക്കാഡമിയുടെ ഒക്കെ വളരെ സീനിയർ പോസ്റ്റിലും സീനിയർ ഫാക്കൽറ്റി ഡയറക്ടറൊക്കെ ആയിട്ടിരുന്ന മനുഷ്യനാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ പ്രശാന്ത്, കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ കൂടെ കലക്ടർ ബ്രോ, കോഴിക്കോട് ജില്ലാ കലക്ടറായിരിക്കുന്ന സമയത്ത് വലിയ മാറ്റങ്ങൾക്കൊക്കെ ശ്രമിച്ച മനുഷ്യനാണ്. അദ്ദേഹം അവിടുത്തെ MP രാഘവനുമായിട്ട് തെറ്റി മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ കുന്നംകുളം മാപ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടുകൊടുത്ത് വളരെയധികം കയ്യടി മേടിച്ചു. അപ്പം ഈ ബി അശോക് എന്ന് പറഞ്ഞാൽ മലയാളം ഒരു ചാനലിനകത്ത് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നത് കേട്ടു 4-ാം തീയതി വരെ അല്ലേ ഉള്ളൂ സസ്പെൻഷൻ, അതായത് ഈ റിസൾട്ട് വരുന്നിടം വരെ. അതിനുശേഷം ഈസി ആയിട്ട് കയറാൻ പോകും, കോർട്ടിൽ പോയി അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നില്ല. പ്രശാന്തും അങ്ങനെയാണ് ധരിച്ച് ഒരു സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലിലൊക്കെ നിരന്തരം ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. ഇപ്പം സതീശൻ മന്ത്രിസഭ അധികാരത്തിൽ കയറി 10-12 ദിവസമായി. ഇവരെ പറ്റി യാതൊരു വിവരവുമില്ല. അതിനിടയ്ക്ക് പ്രശാന്തിൻ്റെ ഒരു ചെറിയ കുറിപ്പ് കേട്ടു. പ്രശാന്ത് എൻ്റെ ഫ്രണ്ടാണ്, സോഷ്യൽ മീഡിയയിൽ കൂടാണ് പരിചയപ്പെടുന്നത്. പിന്നെ നേരിട്ടോ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു, അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ല, അതിലെന്താണ് തടസ്സം? അപ്പോൾ ആദ്യമായിട്ടൊരു ചോദിക്കേണ്ടതാണ്, കാരണം ഇവരൊക്കെ വളരെ സീനിയർ IAS ഓഫീഷ്യൽസ് ആണ്. ഇവർക്ക് ഈ പറയുന്ന IAS മാനുവലിൻ്റെ അകത്തും സിവിൽ സർവീസ് മാനുവലിൻ്റെ അകത്തും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ അവർ പെർമിഷൻ മേടിച്ചിട്ട് അഭിപ്രായം പറയാൻ പറ്റുന്നുള്ളൂ, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ അഭിപ്രായങ്ങൾ, അതായത് സസ്പെൻഡഡ് ആണ് ഈ ഓഫീഷ്യൽസ്, ഇവർക്കെങ്ങനെയാണ് അവിടെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ അഭിപ്രായം പറയാൻ പറ്റുന്നത്? ഉറപ്പായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരിക്കും. പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയൻ ഗവൺമെൻറ് മാറിയിട്ട് സതീശൻ ഗവൺമെൻറ് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇമാജിനറി വേൾഡിലോട്ട് പോകാം, ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ ഗവൺമെൻറ് വരുന്നു. ഞാൻ വളരെ കൺഫേംഡ് ആണ് ഇവരെ തിരിച്ചെടുക്കുമായിരിക്കും, പക്ഷേ ഇവരെ കീ പോസ്റ്റ് വെക്കത്തില്ല, 100%. അങ്ങനെയാണ് ഇന്ത്യയുടെ സിവിൽ സർവീസോ IAS IPS ഈ പല കീ ആയിട്ടുള്ള പല സർവീസുകളും ഇന്ത്യയിൽ പോകുന്നത്. അതാണ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന അവരാണ് ആവുന്നത്. അവർക്കിഷ്ടമുള്ളവരെ അവർ വെക്കാറുള്ളൂ.